പൂച്ച വീട്ടിലെ എലികളെയെല്ലാം പിടികൂടിയെങ്കിലും ഒരെണ്ണം മാത്രം കുതറി മാറി നടന്നു. പൂച്ച ഒരു തന്ത്രം പ്രയോഗിച്ചു. സന്യാസിയുടെ രൂപത്തിൽ ധ്യാനത്തിലിരുന്നു. എലി അടുത്തെത്തി ചോദിച്ചു, അങ്ങ് സന്യാസിയായല്ലേ? ചെയ്ത പാപങ്ങളെല്ലാം കഴുകിക്കളയാൻ അത് നല്ലതാണ്. പൂച്ച ഒറ്റച്ചാട്ടത്തിന് എലിയെ പിടിച്ചു. പിടഞ്ഞുകൊണ്ട് എലി ചോദിച്ചു, നിങ്ങൾ സന്യാസിയായില്ലേ? പൂച്ച പറഞ്ഞു, വിശപ്പില്ലാത്തപ്പോൾ മാത്രം ഞാൻ സന്യാസിയാണ്. ആവശ്യങ്ങൾക്കനുസരിച്ച് ആകാരം മാറുന്നവരെ അകറ്റി നിർത്തണമെന്നേ. എല്ലാവർക്കും എല്ലായ്പ്പോഴും ഒരുപോലെ പെരുമാറാനാകില്ല. 100% സത്യസന്ധതയോടും തെളിമയോടെയും ഇടപഴകുന്ന ആരുമുണ്ടാകില്ല. രഹസ്യങ്ങളും തന്ത്രങ്ങളും ആവശ്യമായ അളവിൽ എല്ലാവരുടെയും പക്കലുണ്ടാകും. പക്ഷേ അപരൻ്റെ വഴികളിൽ മാർഗതടസ്സം സൃഷ്ടിക്കുന്ന പ്രതിബന്ധങ്ങൾ ഒളിപ്പിച്ച് നടക്കുന്നവരെ തിരിച്ചറിഞ്ഞ് തിരസ്കരിക്കണം. അവർ ചില സവിശേഷതകൾ പ്രകടിപ്പിക്കും. വളരെ പെട്ടെന്ന് വേഷം മാറാൻ കഴിയും. ഇന്നലെ വരെ എതിർത്തിരുന്ന നിലപാടുകളെ ഇന്ന് അവർ അനുകൂലിക്കും. അനുകൂലിച്ചവയെ അവർ എതിർക്കുമെന്നേ. ആവശ്യങ്ങളുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് അടുപ്പത്തിൻ്റെ പ്രദർശനത്തിലും വ്യത്യാസമുണ്ടായിരിക്കും. കാര്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ കൃത്യമായ അകലം പാലിക്കും. അതിവേഗം അന്തരമുണ്ടാക്കുന്നവരെല്ലാം അപകടകാരികളാണെന്നേ. സ്ഥായിയായ ഏതു മാറ്റത്തിനും സമയമെടുക്കും. അവിടെ മനപരിവർത്തനമാണ് മുഖ്യം. അതിനു പകരം വേഷപ്പകർച്ചയിലൂടെ വ്യതിയാനമുണ്ടാകുന്നുണ്ടെങ്കിൽ അത്തരം മാറ്റങ്ങൾ കാര്യസാധ്യത്തിന് മാത്രമുള്ളതാണ്. അത് തിരിച്ചറിയാതെ ആളുകളെ അന്ധമായി വിശ്വസിക്കുന്നവർ അപകടത്തിൽപ്പെടും. മാറ്റങ്ങൾ വരുത്താൻ എല്ലാവർക്കും കഴിയും. പക്ഷേ മാറ്റങ്ങൾ സത്യസന്ധമാണോ എന്നറിയാൻ ചില വിശകലനങ്ങൾ ആവശ്യമാണ്. എത്ര സമയം കൊണ്ടാണ് മാറ്റം ഉടലെടുക്കുന്നത്? വരുത്തിയ മാറ്റം എത്ര നാളായി തുടരുന്നുണ്ട്? മാറ്റം ഉള്ളിൽ നിന്ന് സംഭവിച്ചതാണോ അതോ ബാഹ്യപ്രകടനങ്ങൾ മാത്രമാണോ? പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശേഷി മാറ്റത്തിലൂടെ കൈവരിച്ചിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ക്രിയാത്മകമായ ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ ആ മാറ്റം കപടമാണ്.